ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചാൽ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടപ്പം? ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോയിൽ തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യൂല, ഇഫ്രിത്തിനെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യുന്ന അതാണ് ഔട്ട തൗഹീദ്. ഇതേ പണ്ഡിതനെ പിന്നെ സുന്നികളോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിന്റെ ശ്രദ്ധപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ ശ്രദ്ധയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. ഇപ്പോൾ ഈ പുതിയ ആധുനിക ഖുറാഫികൾ പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താൻ ഉണ്ടാകുമെന്നും ഓരോ അപകടത്തിനും വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ ജിന്നിനോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഖുറൈശികളുടെ വിശ്വാസം തന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ രക്ഷിക്കാൻ ഒരു ജിന്നുണ്ട്. ആ ജിന്ന് രക്ഷ തേടുക എന്ന് വേണ്ടത്. അന്നഹൂഖാൻ റിജാലിമിനൽ ഇൻസി യഊനബി റിജാലിമിനൽ ജിന്നി ഫസാദൂഹും റഹഖ ഖുർആനെ പറ്റി പറഞ്ഞതാണ്. മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ ജിന്നിൽപ്പെട്ടവരോട് രക്ഷ തേടുകയും ആ രക്ഷ തേടുമ്പോൾ ഇവർക്ക് ഞങ്ങൾ രക്ഷകന്മാരെ തന്നെ എന്നുള്ള അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യും. അതാണ് മക്ക മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനെ പറ്റി ഖുർആൻ പറയുന്നത്. ആ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ജിന്നും രക്ഷപ്പെടുന്നത്. ഏപ്രിൽ മാസം ഇസ്ലാഹ് മാസികയിൽ പിശാചിന്റെ സഹായവും പ്രാർത്ഥനയുടെ അർത്ഥവും എന്ന ലേഖനത്തിൽ ഇവർ പ്രാർത്ഥനയുടെ പുതിയ നിർവചനം എഴുതുന്നു. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. അതേ ഇസ്ലാഹിൽ തന്നെ ഇവർ എഴുതുന്നു, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തു നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ തന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യർ, മലക്ക്, ജിന്ന് ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിനില്ല. ജിന്നുകളോടും മലക്കുകളോടും സഹായാഭ്യർത്ഥന നടത്തിയാൽ അതിൽ യാതൊരുവിധ അഭൗതികതയുമില്ലെന്നും അത് പ്രാർത്ഥനയോ ശിർക്കോ അല്ലെന്നും 2008 ജനുവരി ഇസ്ലാഹിലും തറപ്പിച്ചു പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹം ജിന്നുകളോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അപ്പൊ സിംഹാസനം കൊണ്ടുവരുന്നത് പ്രാർത്ഥനയല്ല, അത് അഭൗതിക കാര്യമല്ലേ? അഭൗതിക കാര്യമല്ലത്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിവിൽപ്പെട്ടൊരു കാര്യമാണ്. ബാക്കി പറയട്ടോ. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ഒരു വിജനപ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ട യാ ഇബാദല്ലാഹ് അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കൂ എന്നൊരു വാക്കുപയോഗിച്ചാൽ അവിടെ മറഞ്ഞിരിക്കുന്ന ജിന്നുകളോ മലക്കുകളോ ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം. പക്ഷെ അത് അവരോട് പ്രാർത്ഥിച്ചു എന്നതിന് പറയാൻ പറ്റൂല. അള്ളാഹ് അങ്ങനെ നിശ്ചയിച്ചതാണ്. വിജനപ്രദേശത്ത് എന്റെ അടിമകൾ വഴിതെറ്റി വന്നാൽ അവരെ സഹായിക്കണം. അങ്ങനെ നിശ്ചയിച്ചവരോട് അവരെ കയ്യിൽപ്പെട്ട കാര്യം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ആരോട് ചോദിച്ചാലും പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിരുന്ന സക്കരിയ സ്വലാഹി തന്റെ പുതിയ നിർവചനം പ്രഖ്യാപിക്കുന്നത് കാണുക. മനുഷ്യ കഴിവിനതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുമുണ്ടെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു. ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ തേടിയാൽ അതിനെപ്പറ്റി പ്രാർത്ഥന എന്ന് പറയില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ വാദിക്കുന്നത്. പുതിയ നിർവചനം പ്രഖ്യാപിക്കുമ്പോഴും മനുഷ്യ കഴിവിനതീതമായ എന്ന പഴയ തൗഹീദിന്റെ പാടിപ്പടിച്ച പാട്ടിൽ നിന്നും മുക്തമാകാൻ
നാവിന് വരുന്ന ബുദ്ധിമുട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാറ്. മനസ്സിലായില്ലേ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയാ. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് വയ്യോ? പൊട്ടന്മാരെ. അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മലക്കളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല. കാരണം എന്താ? പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അല്ലാഹുവിന് കൊടുത്തിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ്. അവരെ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ? ജിന്നിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല, മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല. കാരണം അതിനുള്ള കഴിവ് അല്ലാഹുവിന് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? അവരെ ആളുകൾക്ക് സഹായിക്കും. അതിന് ഞാൻ രണ്ടായത്തോതി. ഒന്നല്ലുനബ്ബിയുക്കും അലാമൻ തനസ്സലു ശയാത്തീൻ. അതുപോലെ തന്നെ ഇന്നാ ജഅൽന ശയാത്തീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകില്ലെന്ന് സക്കരിയ ഇപ്പോൾ തുറന്നു പറയുന്നു. കേൾക്കൂലെന്നല്ലേ? പ്രാർത്ഥന കേൾക്കുന്നു പോയത്തക്കാരെ ആരാ പറഞ്ഞത്? പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞത്? പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞിണോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിവിനോട് ചോദിച്ചു പഠിക്കുകയും. സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം തേടുന്ന പ്രാർത്ഥന ഇപ്പൊ ചെറിയ മുണ്ടം പറഞ്ഞില്ലേ? അതെങ്കിലും ഒന്ന് പഠിച്ചേക്ക്. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അത് അവന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. അതാണ് ബലൂസബിയുമസ്തജാബൂലക്കുന്നാണ്. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്കാർക്കും കഴിയില്ല. ചെയ്യുന്ന പറഞ്ഞ സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞത് അവരെ കഴിവിൽപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിച്ചാൽ ഉത്തരം കഴിയില്ല എന്ന് പറയുന്നത് അതിന് അള്ളാഹു അവർക്ക് ആർക്കും കഴിവ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. തൗഹീദിലെ ഈ മാറ്റത്തോടെ വൻ പ്രതിസന്ധിയാണ് മൗലവി വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനക്കും ഇബാദത്തിനും പുത്തൻ നിർവചനങ്ങൾ നൽകി പുതിയ തൗഹീദ് സ്വീകരിച്ച മൗലവി വിഭാഗം തനി ശിർക്കാണ് ചെയ്യുന്നതെന്ന് പഴയ തൗഹീദിൽ പിടിച്ചു നിൽക്കുന്ന മടവൂർ വിഭാഗം തുറന്നടിക്കുന്നു. അലി മദനി മുറയൂരിന്റെ പ്രസംഗം കേൾക്കുക. കെ സക്കരിയുടെ പ്രസംഗം നമ്മൾ കേട്ടു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞു മനുഷ്യരുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. ഇപ്പോഴെന്താ പറഞ്ഞ്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന. എന്നിട്ട് ചോദ്യം, ആരാ പോയത്തക്കാരെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് ആരാ പറഞ്ഞത്? കെ സക്കരിയക്ക് ബോധല്ലേ? മാനസിക നില തെറ്റിയിട്ടുണ്ടോ? ഇസ്ലാഹ് 2007 ഏപ്രിൽ മാസം. ആ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതിയതെന്താ? ഒരാൾ വിജനമായ സ്ഥലത്ത് വെച്ച് എത്തിപ്പെട്ടാൽ ജിന്നുകൾ കേൾക്കുമെന്ന് കരുതി, മലക്കുകൾ കേൾക്കുമെന്ന് കരുതി വിളിച്ചാൽ അത് പ്രാർത്ഥനയിൽ ഉൾപ്പെടില്ല എന്ന് നിങ്ങൾ എഴുതി. പക്ഷേ പ്രാർത്ഥനയല്ലേ അത്? കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടിയിട്ടുള്ളത്? അപ്പൊ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാൻ പറ്റുമോ? സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കാൻ പറ്റുമോ? ജിന്നുകൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു. എങ്കിൽ ജിന്നിനോട് ആ കസാര ഒന്ന് നീക്കിത്തരാൻ പറയാൻ പറ്റുമോ? കെ സക്കരിയക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? പറ്റുമെങ്കിൽ ഇഫ്രീത്ത് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇഫ്രീത്തിനോട് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ എന്താണ് പ്രാർത്ഥന എന്ന് ഇനിയും കെ സക്കരിയ സലായിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഇബാദത്തിന് നിർവചനം പറഞ്ഞപ്പോൾ അള്ളാഹ് സൂചിപ്പിച്ചതെന്താ? പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അതാകുന്നു ആരാധന. അപ്പോൾ വൈബിയായ വിധത്തിലുണ്ടായിത്തീരുന്ന വൈബിയായ വിധത്തിൽ കാര്യകാരണ ബന്ധത്തിന് അതീതമായി, അതുപോലെ അഭൗതികമായി ഏതെങ്കിലും വിധത്തിലുള്ള തേട്ടമോ അപേക്ഷയോ പ്രാർത്ഥനയോ വിളിയോ സഹായം തേടലോ
ഗൈബിയായ വിധത്തിൽ അദൃശ്യമായി അഭൗതികമായി ആരോട് നടത്തിയാലും അത് പ്രാർത്ഥനയിൽ പെടും എന്നതാണ് വസ്തുത. ഇനി നോക്ക് നിങ്ങൾ, അള്ള എന്തൊക്കെയാണ് ജിന്നുകൾക്ക് കൊടുത്ത കഴിവ്, ഏതൊക്കെയാണ് കൊടുക്കാത്ത കഴിവ് എന്ന് കൃത്യമായി എവിടെ വിശദീകരിച്ചത്? കെ സക്കരി ഒന്ന് പറഞ്ഞാൽ തരക്കടില്ല. ഇന്നെ കഴിവുകളൊക്കെ ജിന്നുകൾക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്നെ കഴിവുകളൊന്നും ജിന്നുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുത്ത കഴിവിൽ നിന്ന് നിങ്ങൾ ചോദിച്ചോളൂ. കൊടുക്കാത്ത കഴിവിന്നതൊക്കെയാണ്, അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല, അത് പ്രാർത്ഥനയാവുന്നു. എവിടെയാ കെ സക്കരിയ പറഞ്ഞിട്ടുള്ളത്? ജനങ്ങൾക്ക് ഈ രീതിയിൽ തൗഹീദിന്റെ കാര്യം വിശദീകരിച്ചു കൊടുക്കുമ്പോ കൃത്യമായി പറയണ്ടേ? ജിന്നുകൾക്കും മലക്കുകൾക്കും മറഞ്ഞ രൂപത്തിൽ മനുഷ്യരെ സഹായിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചതോടെ മൗലവിമാരുടെ തൗഹീദ് പൊളിഞ്ഞു പാളീസായി എന്ന് അബ്ദുസ്സലാം സുല്ലമി. പിശാചുക്കളെ വിളിച്ചു തേടിയാൽ തൗഹീദും, മഹാത്മാക്കളായ അംബിയായിനെയും ഔലിയായിനെയും വിളിച്ചു തേടിയാൽ ശിർക്കുമാകുന്ന സിദ്ധാന്തമാണ് മൗലവിമാരുടേതെന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യനെ വഴികേടിലാക്കുന്നവരെ ശൈത്താന്മാരെ ഞാൻ മനുഷ്യനെ അവരുടെ സഹായം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജിന്ന് പൂജ നടത്തിയാലും ജിന്നിനെ വിളിച്ച് തേടിയാലും ഒന്നും തന്നെ ചെയ്തു തരാൻ സാധ്യത. ജലാലയിൽ വരെ കൊടുക്കുന്ന അർത്ഥം മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഒരു സഹായിയാക്കിയിട്ട് ജിന്നിനെ വെച്ചിട്ടില്ല. ഇത് എത്രത്തോളം എന്റെ അടുത്ത് പുസ്തകമുണ്ട്. അമേരിക്കയിൽ ജിന്നിനെ ശൈത്താനെ ആരാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 2 പുസ്തകം ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ കൊണ്ടുവരുന്നു, വേണമെങ്കിൽ കൊണ്ടുവരാം. അമേരിക്കയിൽ വലിയൊരു പാർട്ടികൾ ശൈത്താൻ ആരാധിക്കുക. ഒരു വാദം എന്തായിട്ടുണ്ടോ? പടച്ചോനെ വിളിച്ച് തേടിയാലും ഉപകാരം കിട്ടണേ കുറെ നിബന്ധനയുണ്ട്. ഒന്ന്, നമ്മുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം, ഹറാമാകരുത്. ഭക്ഷണം ഹറാമാകരുത്. ആ ഹദീസൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പുസ്തകം. ഇത് വലിയൊരു പ്രസ്ഥാനമാണ് അമേരിക്കയിൽ വാക്കുള്ളത് പിശാചിനെ ആരാധിക്കുന്നത്. കാരണം പിശാചിന് എന്ത് തോന്നിയാസം ചെയ്താൽ മതി, നിങ്ങൾക്ക് നരബലിയൊക്കെ നടത്തുന്ന. അപ്പൊ തമ്മാടിത്തരം ചെയ്ത് തമ്മാടികൾക്ക് ആരോ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കുക പിശാച്ചാണ്. ദൈവം അദൃശ്യ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ബന്ധങ്ങളുണ്ട്, നിബന്ധനയുണ്ട്. ഈ സെലഫികൾ, ഗൾഫ് സെലഫി, ഈ യഥാർത്ഥ ഒറിജിനൽ ആളുകളുണ്ടല്ലോ, നമ്മളൊക്കെ വ്യതിയാനം സംഭവിച്ചവരാണല്ലോ. വ്യതിയാനം സംഭവിക്കാത്ത ആ ഓദ്യങ്ങൾ കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ഈ കെ സക്കരിയ പ്രസംഗിക്കുക, പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ അദൃശ്യ മാർഗത്തിലൂടെ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ എവിടത്തെ നമ്മൾ തൗഹീദ്? മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് എവിടെ സുഹൃത്തുക്കളെ? എന്നാൽ മൗലവി വിഭാഗം KNM-ൽ തന്നെ ഈ വിഷയങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തവരുണ്ടെന്ന് സക്കരിയ സുലാഹി പരസ്യമായി ആരോപിക്കുന്നു. ചില ആളുകൾ പറഞ്ഞ അൽബനാറിലുണ്ട് സീറ് വലിക്കൂലെന്ന് എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. ഇതില് ഈ വിഷയം മനസ്സിലാക്കാത്തവർ KNM-ന്റെ കൂട്ടത്തിലുണ്ട്. ഇത് മനസ്സിലാക്കാത്തവർ KNM-ലുണ്ട്. ഉറപ്പിച്ചിട്ട് നമ്മളെ പണ്ഡിതന്മാരിൽ തന്നെ ഉണ്ട്. ഇത് മനസ്സിലാക്കാത്ത, ഇതിനെ കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ട്. എന്നാൽ സക്കരിയ സുലാഹി, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഈ തൗഹീദ് മാറ്റത്തെ അംഗീകരിക്കാനാവില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ചുകൊണ്ട് മൗലവി ഗ്രൂപ്പിൽ തന്നെ മറ്റൊരു ചേരി ഇപ്പോൾ ശക്തിപ്പെട്ടു വരികയാണ്. മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ മുശ്രിക്കാകുമെന്നും ജിന്നുകളോടും മലക്കുകളോടും അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൽ ശിർക്കാണെന്നും സിഹർ പരിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിന് പുറത്താണെന്നുമുള്ള പഴയ തൗഹീദ് വാദങ്ങളിലും നിർവചനങ്ങളിലും ഉറച്ചു നിൽക്കുന്നവരാണ് മൗലവി ഗ്രൂപ്പിലെ തന്നെ ഒരു വിഭാഗം. KNM പുറത്തിറക്കിയ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി തൗഹീദിന്റെ താൽപര്യവും വിവക്ഷയുമായി ഏറ്റവും പ്രധാനമായി പറയുന്നത് മനുഷ്യ കഴിവിനതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകളേൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് വിശ്വസിക്കുക എന്നാണ്. മനുഷ്യ കഴിവിനതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുന്ന സക്കരിയ സുലാഹിയും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള പണ്ഡിതർ കുഞ്ഞീദ് മദനിയുടെ ഈ തൗഹീദ് അനുസരിച്ച് മുശ്രിക്കുകളാകുന്നു. അതേ പുസ്തകത്തിൽ തന്നെ കുഞ്ഞീദ് മദനി എഴുതുന്നു, എന്നാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്.
ഈ വർഷം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പുറത്തിറക്കിയ KNM-ന്റെ മദ്രസാ പാഠപുസ്തകങ്ങളിൽ പോലും സക്കരിയ സുലാഹി അടക്കമുള്ള പണ്ഡിതർ പഠിപ്പിക്കുന്ന പുതിയ തൗഹീദിന് നേർവിരുദ്ധമായ തൗഹീദും പ്രാർത്ഥനയുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. 4ാം ക്ലാസ്സിലെ ഇസ്ലാമിക വിശ്വാസങ്ങൾ എന്ന പാഠപുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിൽ പ്രാർത്ഥനയുടെ നിർവചനം കൊടുത്തത് ഇങ്ങനെയാണ്: മനുഷ്യ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. 3ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ സ്വഭാവ പാഠങ്ങൾ എന്ന പുസ്തകത്തിലെ പ്രാർത്ഥന എന്ന പാഠത്തിലും ഈ തൗഹീദ് തന്നെ പഠിപ്പിക്കുന്നത് കാണുക. അഷ്റഫ്, ഉപ്പ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് മൗലവി ഇന്നലെ പറഞ്ഞുവല്ലോ. അപ്പോൾ പ്രാർത്ഥന എന്നാൽ എന്താണ്? പിതാവ് മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന, ദുആ എന്ന് പറയുന്നത്. കുട്ടികൾ പഠിക്കുന്ന തൗഹീദ് അനുസരിച്ച് സക്കരിയ സുലാഹിയും ശംസുദ്ദീൻ പാലത്തും അബ്ദുറഹ്മാൻ സലഫിയും ഹാരിസ് ബിൻ സലീമും മുജാഹിദ് ബാലുശ്ശേരിയും മുനീർ മദനിയുമടക്കമുള്ള പുതിയ തൗഹീദ്വാദികളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്നു. ആദർശ പ്രബോധന രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് സുന്നി പണ്ഡിതർ നടത്തിയ മുഖാമുഖങ്ങളിൽ വഹാബി മൗലവിമാർ തോറ്റടിഞ്ഞത് അവർ മടവൂർ വിഭാഗത്തെ പുറത്താക്കാനുള്ള ജോലിയിൽ മുഴുകിയതുകൊണ്ടാണെന്നും ഇനി മൗലവി വിഭാഗത്തിൽ നിന്ന് തന്നെ തങ്ങളുടെ പുതിയ തൗഹീദ് അംഗീകരിക്കാത്തവർ പുറത്തുപോകേണ്ടവരാണെന്നും അവരെ പുറത്താക്കാനുള്ള പണിയിലാണ് ഞങ്ങളുള്ളതെന്നും സക്കരിയ സുലാഹി തുറന്നടിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഈ മടവൂരിലേക്ക് കെട്ടിത്തിരിഞ്ഞ കുറച്ചു കാലം ഒരു മുഖാമുഖം നടത്തി ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിച്ച് നടന്നിരുന്നു. ഞങ്ങളെ ആഭ്യന്തര ശുദ്ധീകരണത്തിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞിപ്പോ പോണ്ടോലൊക്കെ പുറത്തു പോയി. ഇനിയും കുറച്ചിരുന്ന് പോകാണ്ടിരുന്നാ തോന്നുന്നു. ഓരും കൂടി പോയാ ഇത് ക്ലീൻ ആവും. മനസ്സിലായില്ലേ? ഞങ്ങൾ ആ പണിയിലാ. മൗലവി വിഭാഗം ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് PK അബ്ദുൾ റസാഖ് മദനി പറയുന്നത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം ശരിയല്ല എന്നാണ്. മാത്രമല്ല, വിജനപ്രദേശത്ത് ജിന്നുകളോടും മലക്കുകളോടും വിളിച്ചു തേടിയാൽ ശിർക്കല്ല എന്ന ഇസ്ലാഹ് മാസികയുടെ പരാമർശവും തെറ്റാണെന്ന് മദനി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം കേൾക്കുക. എന്താ പ്രാർത്ഥന എന്നില്ല, നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂന്നോ? അങ്ങനെ ആരാ പറഞ്ഞു? ഇസ്ലാം മാസികയിലൊക്കെ അല്ലേ അങ്ങനെ ഉണ്ട് ചോദിച്ചാ അത്ര ശരിയല്ല. അതല്ല, നമ്മളെ ഇസ്ലാം മാസികളിൽ അങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴി അറിയാതെ അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളടുത്ത് ജിന്നുകളുടെ മലക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനൊന്നും വേണ്ട. വിളിച്ചാൽ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും. വേണ്ടാത്ത ചോദ്യ സംശയ അല്ല അങ്ങനെ വിളിച്ചാൽ ഈ സംശയത്തെ പറ്റില്ല വേണ്ടാത്ത പരാമർശ. ശരി. പ്രാർത്ഥന എന്താ നിങ്ങൾക്ക് തിരിഞ്ഞണോ? തിരിഞ്ഞിട്ടില്ലെങ്കിൽ അറിവിനോട് ചോദിച്ചു പഠിക്കുകയും സൃഷ്ടികളെ കഴിവിനപ്പുറത്തുള്ള കാര്യത്തിന് സഹായം തേടല പ്രാർത്ഥന എന്ന് ഇപ്പൊ ചെറിയമുണ്ടൻ പറഞ്ഞില്ലേ, അതെങ്കിലും ഒന്ന് പഠിച്ചേക്ക്. സൃഷ്ടികളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന പ്രാർത്ഥനയല്ല. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരി തന്നെയാണ്. എന്താ സഹായം? ഓന്റെ കഴിവിൽപ്പെട്ട സഹായം. ജിന്നുകൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221, 222 പറഞ്ഞത്. അതൊന്നെടുത്ത് വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. എന്താ പ്രാർത്ഥന എന്നില്ല, നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മളെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഈ സക്കരിയ മൗലവിയൊക്കെ പറയണത് വെച്ചാൽ സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചാലേ അതിനെ പറ്റി സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥന ആവുള്ളൂ എന്നല്ലേ. സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിച്ചെങ്കിലേ ആവുള്ളൂന്നോ? അങ്ങനെ ആരാ പറഞ്ഞു? ഇസ്ലാം മാസികയിലൊക്കെ അല്ലേ അങ്ങനെ ഉണ്ട് ചോദിച്ചാ അത്ര ശരിയല്ല.
അതല്ല നമ്മളെ ഇസ്ലാം മാസികളിൽ അങ്ങനെ വെച്ചാല് നമ്മളിപ്പോ വഴി അറിയാതെ അങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ നമ്മളടുത്ത് ജിന്നുക്കളുടെ മലക്കുകൾ ഉണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനൊന്നും വേണ്ട. വിളിച്ചാൽ അതിനെ പറ്റി പ്രാർത്ഥന പറയാൻ പറ്റും. വേണ്ടാത്ത ചോദ്യ സംശയ കേട്ടോ. അങ്ങനെ വിളിച്ചാൽ ഈ സംശയത്തെ പറ്റില്ല പറഞ്ഞ വേണ്ടാത്ത പരാമർശ. ശരി. ആ ഭാഗം സിഹർ ഫലിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ സിഹർ ഏറ്റിട്ടുണ്ട് എന്നുമാണ് സക്കരിയ, ശംസുദ്ദീൻ, അബ്ദുറഹ്മാൻ സലഫി തുടങ്ങിയവർ ഇപ്പോൾ പറയുന്നത്. സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളും കാഫിറുകളുമായി തീരുമെന്ന് അവർ പറയുന്നു. എന്നാൽ മൗലവി വിഭാഗത്തിലെ തന്നെ നേതാക്കളായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, മൂസ വാണിമേൽ, ജമീല ടീച്ചർ എന്നിവർ പറയുന്നത് സിഹർ ഫലിക്കുമെന്ന വിശ്വാസം മുജാഹിദ് പ്രസ്ഥാനം പുലർത്തിപ്പോന്ന തൗഹീദിനെതിരാണ് എന്നാണ്. മൗലവി വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവായ അബ്ദുറഹ്മാൻ ഇരുവേറ്റി പറയുന്നത് സിഹർ ഫലിക്കില്ല എന്നാണ്. ഫലിക്കുമെന്ന് പറയുന്നവർക്ക് ജിന്ന് ബാധിച്ചിരിക്കുമെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. ഇത് വ്യതിചലിച്ച ചിന്തയാണെന്നും അദ്ദേഹം പറയുന്നു. സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിച്ചാലേ പ്രാർത്ഥനയാകൂ എന്ന പുതിയ വാദം താൻ അംഗീകരിക്കില്ലെന്നും അതൊക്കെ വെറും 4-5 മൗലവിമാരുടെ പരിപാടികൾ മാത്രമാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ അവരെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. ഈയടുത്ത് KNM-ന്റെ സ്ഥാനങ്ങളിൽ കയറിക്കൂടിയ സക്കരിയുടെയും ടീമിന്റെയും സ്വത്തല്ല KNM എന്നും പഴയ വാദങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന തങ്ങളെപ്പോലുള്ളവരെ പുറത്താക്കാനുള്ള ശ്രമം നടക്കില്ലെന്നും അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. ഇനി ജിന്ന് ബാധിക്കുന്ന ആകണ്ടോ? അതൊക്കെ ഉണ്ടോ അറിയില്ല. അവർക്കൊക്കെ ബാധിക്കലുണ്ടായിരിക്കും. പിന്നെ CN അഹമ്മദ് മൗലവി മൂപ്പർക്ക് ബാധിക്കൂലറിഞ്ഞ് ആ കാലത്ത് വെല്ലുവിളിച്ചു പോയി. ആരും മൂപ്പർക്കൊരു സെയർ ചെയ്ത് ബാധിപ്പിച്ച് നോക്കിയിട്ടുമില്ല. പിന്നെ സെയറിന് തന്നെ അതേ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. വലിയ മാനസികാവസ്ഥ ഉള്ളവർക്ക് ബാധിക്കൂലെന്ന് സെയറന്മാർ തന്നെ പറയും. അല്ലെങ്കിൽ ഇപ്പൊ ജനതാ പാർട്ടിക്കാർക്ക് ഇന്ദിരാഗാന്ധിക്ക് ഒരു സെയറാണ്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ രാഷ്ട്രീയത്തില് പിന്നെ പട്ടാളക്കാർക്ക് പോലീസുകാർക്ക് പിന്നെ ജഡ്ജിമാർക്കൊന്നും ബാധിക്കൂലെന്ന് സെയറന്മാരെ തന്നെ വ്യവസ്ഥയാണ്. ഭരണാധികാരികൾക്കൊന്നേ നടക്കണവരുണ്ടാവും, അത് നടക്കണവരും അത് സേവിച്ച് നടക്കണവരും ഒക്കെ ഉണ്ടായിരിക്കും. പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ളത് നമ്മള് പ്രാർത്ഥന എന്നുള്ള പാഠത്തിലൊക്കെ നമ്മള് മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്നൊക്കെയല്ലേ നമ്മളെ പുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. അതിപ്പോ ഇസ്ലാമിലൊക്കെ സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കലാണ്. എന്താ അതിനെപ്പറ്റി പറയാം? അല്ല ഇപ്പൊ ഒരു മഹത്വബന്ധമായിരി ഇപ്പൊ സക്കരിയ മൗലവിയൊക്കെ ഇപ്പൊ കടവത്തൂർ പ്രഭാഷണത്തിലൊക്കെ അങ്ങനെയല്ലേ പറയണേ, നമ്മള് ജിന്നുകളുടെയും മലക്കളുടെയും കഴിവിനപ്പുറത്തുള്ള അങ്ങനെ പറയുന്നുണ്ട്. 4-5 ആളങ്ങനെ പറയുന്നുണ്ട്. നമ്മള് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ജമിയത്തിലെ തന്നെയൊക്കെ കൂടി തീരുമാനിച്ചോട്ടെ. നമ്മള് പറയുന്നത് നമ്മളിപ്പോ പണ്ടേ പറയും പോലെ അങ്ങനെ പറഞ്ഞു പോവും. പറയുന്ന പോലെ പറഞ്ഞോട്ടെ. പിന്നെ എന്തെങ്കിലും പ്രശ്നമാകുമ്പോക്കെ അതിന്റെ കൂടിയാലോചന സമിതികളൊക്കെ ഉണ്ടാവുമല്ലോ. അവിടുന്ന് കൂടിയാലോചിച്ച് അവർ തീരുമാനിക്കും പോലെ നോക്കാം നമുക്ക്. ഈ ഡോക്ടർ ദുബൈറി അറിഞ്ഞ ഒരാൾ ഇവിടെ ഇറക്കിയതാണ്. അതുകൊണ്ടപ്പോ കുറച്ചാളുകൾ പേടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ തന്നെ അങ്ങനെ പറയുമ്പോ ഏതായാലും ഉണ്ടാവും വിചാരിച്ചിട്ട് വളരെ വ്യതിചലിച്ച ചിന്തകളാണ്. ചിന്ത അപ്രായോഗികമാണ്. വ്യതിചലിച്ചതെന്ന് മാത്രമല്ല അപ്രായോഗികമാണ്. ഒക്കെ അവരങ്ങനെ പറയട്ടെ, സമ്മേളനമൊക്കെ കഴിയട്ടെ. സമ്മേളനത്തില് ചർച്ച ഉണ്ടാവോ? അതുണ്ടാകാൻ സാധ്യതല്ല. അതിപ്പോ 4-5 ആളൊക്കെ പരിപാടിയല്ലേ. അതിന് അത്ര വലിയ പ്രാധാന്യമല്ല. പിന്നെ അത് ആപൽക്കരമായി വരികയാണെങ്കിൽ അപ്പൊ നോക്കാന്ന് മാത്രം. കടവത്തുള്ള പ്രഭാഷണത്തില് അതായത് കേരളത്തിന്റെ ഈ വിഷയങ്ങൾ അറിയാത്തോല് ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇന്ന് സീറിനെ പറ്റി. അവർ കേരളമെന്ന് പുറത്തു പോകേണ്ടിയാണെന്നൊക്കെ പറഞ്ഞോട്ടെ. എന്നന്മാരുണ്ടാക്കിയ കേന്നമ്മ ഇങ്ങനെ ഓതാൻ പോണവരുണ്ടാക്കിയൊന്നുണ്ടല്ലോ. ഓതാൻ നടക്കണ കുറെ മൗലവിമാരുണ്ടാക്കിയൊന്നല്ലല്ലോ കേന്ന.
KNM അറിയുന്ന സാധാരണക്കാരായ ആളുകൾ സമരം ഉണ്ടാക്കിയതാണ്. അതിലിപ്പോ കുറെ കാലം കഴിഞ്ഞ് എന്തെങ്കിലും ഓതിപ്പടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾ ഞങ്ങളാണ് KNM മറ്റവരൊക്കെ പുറത്തു കൊണ്ടിരുന്ന അതൊന്നും ഇപ്പൊ നടക്കൂല. അതൊന്നും അതൊക്കെ പിന്നെ പറയുന്നവർക്ക് ഇപ്പൊ എന്താ പറയാലോ. ഇപ്പൊ വണ്ടിയോട് അടുക്കുമ്പോഴറിയ മാങ്ങയുടെ പുളി അറിഞ്ഞ മാതിരിയാണത്. അതിന്റെ അടുത്തെത്തുമ്പോഴേ അറിയുള്ളൂ. കഴിഞ്ഞ വർഷം നടന്ന സാൽവേഷനു വേണ്ടി ISM ദാവാ വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും സിഹറും കൂടോത്രവും പൗരോഹിത്യത്തിന്റെ സൃഷ്ടിപ്പും തട്ടിപ്പുമാണെന്ന് പറയുന്നു. ചങ്ങരംകുളം സമ്മേളനത്തിനായി മൗലവി വിഭാഗം പുറത്തിറക്കിയ ലഘുലേഖയിലും കൂടോത്രം അഥവാ സിഹർ, ജിന്നുസേവ എന്നിവ പൗരോഹിത്യത്തിന്റെ സൃഷ്ടിയും തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് തുറന്നു പറയുന്നു. സക്കരിയ വിഭാഗത്തിനെതിരായി കുഞ്ഞു മുഹമ്മദ് പറപ്പൂരിന്റെ നേതൃത്വത്തിലുള്ള മൗലവി ഗ്രൂപ്പിലെ മറുവിഭാഗമാണ് തങ്ങളുടെ വിഭാഗത്തിലെ മൗലവിമാരെ തന്നെ പുരോഹിതരായി ചിത്രീകരിച്ചതെന്നറിയുന്നു. സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് അൽമനാറിൽ പണ്ട് അബ്ദുൽ ഹക്ക് സുല്ലമിയും മൂസാവാണിമേലും ലേഖനമെഴുതിയിരുന്നു. അതേ ആശയവും തൗഹീദും തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജമീല ടീച്ചർ പുടവ മാസികയിൽ എഴുതിയ ലേഖനം കാണുക. മൗലവി വിഭാഗത്തിലെ നേതാവും എഴുത്തുകാരനുമായ മൂസാവാണിമേൽ സിഹർ ഫലിക്കില്ലെന്ന താൻ പണ്ട് അൽമനാറിൽ എഴുതിയ അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളതെന്ന് അദ്ദേഹം തുറന്നു പ്രഖ്യാപിക്കുന്നു. തന്റെ വെല്ലുവിളിക്ക് ഇനിയും ഉത്തരം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു. സക്കരിയ സുലാഹിയെ പോലെയുള്ളവർ അഹങ്കാരികളും സലാം സുലൈമിയെ പോലെ തന്നെ പുറത്തു നിർത്തേണ്ടവരുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തനിക്ക് സ്വർഗത്തിൽ കിടക്കാൻ അബ്ദുറഹ്മാൻ സലഫിയുടെയും സക്കരിയയുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും അവർ സിഹിർ സത്യമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാനത് നിഷേധിക്കുന്നുവെന്നും മൗലവി തുറന്നു പറയുന്നു. അതില് ശരിക്കും ഇങ്ങനെ സിഹിർ ഫലിക്കൂല എന്നൊക്കെ ഉണ്ട് അല്ലേ? പരിക്കൂലുണ്ട്. അതാ ഞാൻ തെളിവായിട്ട് എന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ ലേഖനം വായിച്ചു നോക്ക്, അത് കിട്ടുമെങ്കിലും. ഇപ്പൊ ക്രിയാസ്വലായൊക്കെ എഴുതിയത് വെച്ചാല് സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെങ്കിൽ പിന്നെ അതിന് ഇസ്ലാം നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെയാണ്. അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. ഇപ്പൊ നമുക്ക് അത് തിരുത്താനാവൂല. തന്നെയല്ല, ഞാൻ മതിയായവനാണെന്ന് ഓരോരുത്തരെ പിന്നെ ഇത് ബോധം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ സലാസുലമിനെയും സക്കരിയനൊക്കെ നമുക്ക് പുറത്ത് വിടലല്ലേ. മൗല ഇപ്പോഴും സിഹിർ ഫലിക്കൂലെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണല്ലേ? അതെ. ഇപ്പോഴും ഞാൻ അന്ന് എന്റെ ലേഖനത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ട്. സിഹിർ പരിച്ച് എനിക്കോ മറ്റേ പരിപ്പിച്ച് കാണിച്ചാൽ ഞാൻ 1000 രൂപ സമ്മാനം അന്നേ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുവരെ ആയിട്ട് അതുവരെ ഒരു ആരും അതിനെ പറ്റി ഒന്നും പറഞ്ഞ് കേട്ടില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത് തന്നെ ആയിരിക്കും ഇപ്പോ ശിർക്കായി തീർന്നെങ്കിൽ ഇപ്പൊ ഇവലൊക്കെ കഴിവിനപ്പുറത്തുള്ളത് വിളിച്ചാലേ ആവുള്ളൂ എന്നാണ് ഇപ്പൊ സക്കരിയ സുലൈഹി പറയുന്നത്. അതായത് നമുക്കിപ്പം പിന്നെ അവരെല്ലാം വിട്ടേക്കലല്ലേ. കാരണം ഇതൊന്നും ഒരു കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല. ഈ സക്കരിയ സുലൈഹി എന്താ പറയുക വെച്ചാൽ ഈ സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളാണ്. അങ്ങനെ അയാളെ പറഞ്ഞേക്കട്ടെ, നമുക്കെന്താ ഇപ്പൊ നമ്മളെ നേതൃത്വം പറ്റുന്നുണ്ടോ? അയാളെ അങ്ങനെ പറഞ്ഞേക്കട്ടെ, നമുക്കെന്താ അയാളെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ നമ്മളെ വിജയത്തിന്. നമ്മൾ സ്വർഗത്ത് കിടക്കുവാൻ ഇപ്പൊ അയാളെ സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ. ശരിക്കും ഹദീസുകളിലൊക്കെ വന്നതാണ് ഈ കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അബ്ദുറഹ്മാൻ സലഫി സക്കരിയ സുലൈഹി പറയണത്. അയാൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഞാൻ നിഷേധിക്കുകയും ചെയ്യും. ജിന്നുബാധയെയും അതിനെതിരെയുള്ള ചികിത്സാ രീതികളെയും നിരാകരിച്ച് പ്രസ്ഥാനത്തിൽ ആളെ കൂട്ടിയവരാണ് മുജാഹിദുകൾ. ജിന്ന് മനുഷ്യരിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരെ കൂടി പങ്കാളിയാക്കലാണത് എന്നായിരുന്നു വഹാബി തൗഹീദ്. ജിന്നുബാധ തട്ടിപ്പാണെന്നും മുജാഹിദ് പ്രസ്ഥാനം കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജിന്നുബാധകൾ ഒഴിഞ്ഞു പോവുകയാണെന്നും പറഞ്ഞ് സക്കരിയ സുലാഹി മുമ്പ് നടത്തിയ പ്രസംഗം കേൾക്കുക. ഇനി വേറെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. ഇന്നും ചെയ്ത്താൻ കൂടാനാ പറയാ.
എന്നിട്ട് ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്ക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായ എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്ത? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്ത? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നുവെന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എന്നാൽ അതേ ദാവ് കൊണ്ട് തന്നെ സക്കരിയ ഇപ്പോൾ പറയുന്നത് ജിന്നുകൾ മനുഷ്യരെ ബാധിക്കുമെന്നും അതിന് അടിച്ചിറക്കൽ പോലെയുള്ള ചികിത്സകൾ വേണമെന്നുമാണ്. അതിന് ഹദീസോതി തെളിവുദ്ധരിക്കുന്നു. സക്കരിയയുടെ പ്രസംഗം ശ്രദ്ധിക്കുക. സാമർത്ഥ്യമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅലബിന് മുറ ഉദ്ധരിക്കാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു. ഫറഅയ്തു മിൻ ഷൈഅൻ അജബ, ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു. എന്താണ് ഹദീസിൽ അറിയോ? വാതത്തുഹു ഇംറാത്തുൻ, നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ മുൻദു 7 സിനീൻ, എന്റെ ഈ കുട്ടിക്ക് 7 വർഷമായിട്ട് ഒരു തരം ബാധയുണ്ട് നബിയെ. യൗഖുദു കുല്ല യൗമിൻ മറത്തൈനി, ഓരോ ദിവസം 2 തവണയെങ്കിലും അവനിത് പിടികൂടുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ റസൂൽ പറഞ്ഞു അദ്നിഹി, അവന്റെ അടുത്തേക്ക് ഇരുത്തു. ഫഅദൻതുഹുമിന്, ഞാൻ അതിനെ അടുത്തിരുത്തി. ഫതഫല ഫീഹി, ആ കുട്ടിയുടെ വായിൽ നബി തുപ്പി. വഖാല ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. റവാഹുൽ ഹാക്കിം വസഹഹു വവാഫഖഹു ദഹബി. ജിന്നുബാധയെക്കുറിച്ച് ശംസുദ്ദീൻ പാലത്ത്. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റേത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമെടുക്കാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും വിശദീകരിക്കാം. ഇപ്പോഴെന്താ ജിന്നി കൂടാത്തതെന്ന് ചോദിച്ചവരുടെ കേന്ദ്രങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം കടന്നുചെന്ന സ്ഥലങ്ങളിൽ ജിന്നുകൾ മറഞ്ഞുപോയി എന്ന് നാക്കിട്ടടിച്ചവരുടെ അടുക്കളകൾ ഇപ്പോൾ ജിന്നുബാധയുടെയും അടിച്ചിറക്കൽ ചികിത്സകളുടെയും കൂടാരങ്ങളായി മാറിയിരിക്കുകയാണ്. ശിർക്കിന്റെ മറനീങ്ങി കിട്ടിയ മുജാഹിദ് മൗലവിമാരുടെ അതിരുവിടുന്ന അടിച്ചിറക്കൽ ചികിത്സയുടെയും അതുമായുണ്ടായ വിവാദങ്ങളുടെയും നേർക്കാഴ്ചകൾ. സംഭവം മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിനാത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മളത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? 2 സ്ഥലത്ത് 2 ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട്. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലുമല്ല. കാരണം എന്താ? സ്കൂളും കഴിഞ്ഞിട്ടില്ല, മദ്രസയും കഴിഞ്ഞിട്ടില്ല. അറിവ് വേണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ, എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷ. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടമണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം കൂടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി മരണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തിയായിട്ട സംഗതിയാണ്. ആ കയറിയിരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്നുള്ള കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്.
എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജീർണതകളെയും കുടിയയറ്റുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന് അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഈ അടുത്തോടെ എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു 3-4 മണിയോടെ ഇറങ്ങിയിട്ടുണ്ട്. കരുതിക്കൊള്ളു. നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ചോർത്തിയെടുക്കാൻ, ചികഞ്ഞെടുക്കാൻ, പറിച്ചെടുക്കാൻ, എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാര്. ചികിത്സാ രീതികളാണ്, പ്രാകൃതമായ ചികിത്സാ രീതികൾ. മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ചെറുവാടി ചെന്ന് വീട്ടിൽ നമുക്ക് പരിചയമുള്ള ഒരാളെ വീടന്നെയാണ്. ആ വീട്ടിൽ കൊണ്ട് വന്നിട്ട് അവര് പെട്ടെന്ന് ഒരു ഭർത്താവും ഈ കുട്ടിനെയും ഇയാളും ചെയ്യുന്ന ഒരു പറഞ്ഞ ആള് പറഞ്ഞ ഡോക്ടർ പറഞ്ഞത് ശരിയല്ല. അയാൾ വീട്ടിൽ കൊണ്ട് അയാളെ വായിലടിച്ചിട്ട് ഈ കുട്ടീനോട് കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഭർത്താവ് പൊക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വിരലിങ്ങനെ അടിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കുട്ടികളൊക്കെ നേരിട്ട് ചോദിച്ചറിഞ്ഞതാണ് ഈ വിഷയമൊക്കെ. സംഗതി കേട്ടപ്പോൾ ഞാൻ നടക്കുന്ന ഒരാൾ പറഞ്ഞ് വിശ്വസിക്കാൻ ഭർത്താവ് കൈ ഇങ്ങനെ വെച്ച് വെറുതെടുക്കാൻ പറഞ്ഞു. ഈ ചികിത്സിക്കുന്ന ആള് ഈ കുട്ടിയുടെ കാലിന്റെ പുറത്തും കയ്യും വെച്ച് കയ്യും. അതാണ് സുന്നി മൊഴിയാക്കന്മാര് ചൂരലോണ്ട് അടിക്കൂല, അന്യസ്ത്രീ സ്പർശിക്കൂല. ഇത് ശരിക്കും സ്പർശിച്ചുകൊണ്ടാണ് അടിച്ചത്. അടിച്ച് ഈ കുട്ടീന്റെ ഭയങ്കരമായ കരച്ചില് കേട്ടപ്പോ ഈ കുട്ടിന്റെ ഒപ്പം ഒരു പച്ച പാവം മനുഷ്യനാണ്. കാലിന് ആദ്യം ബോധ്യമില്ലാത്ത ആള് ഇങ്ങനെ അപസ്മാരം നിൽക്കും. ഇതിനും പറയാനൊന്നുള്ളൊരു കണ്ടാടില്ല. ഇയാളവിടെ സിറ്റൗട്ടിൽ തലമുറ വീണ് തന്നെ ഭാര്യ അടുക്കളയിൽ വീണു. ആയാലും കുറച്ച് നഗരാവും ഇപ്പൊ അടുത്തുണ്ട്. ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അവർക്ക് വാതിൽ ചവിട്ടി തുറപ്പിച്ചാൽ മതിയായിരുന്നു. അവര് കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ ശരീരം ആകെ പാടൊക്കെ പാടുകൾ. കുട്ടിക്ക് ശരിക്കും എഴുന്നേറ്റാൻ തന്നെ കഴിയുന്നില്ല. വാഹനത്തിക്കൊന്നും വരാനോ പിന്നെ കുട്ടികളെ കുറിച്ച് വാഹനത്തിലൊക്കെ കയറ്റി അവർ വിളിച്ചു കൊണ്ടുപോകുന്നു. ഇവൻ പറയണത് ഈ ചികിത്സ ചെയ്ത ആളുകളെ അവർ വിളിച്ചു വെച്ചപ്പോൾ പറയണത് അവരതിന്റെ വീട്ടിൽ നിന്ന് ചികിത്സ കഴിച്ച് ഭക്ഷണം കഴിച്ചാൽ മതിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ വാപ്പന്റെ വേണ്ടി വന്നിട്ട് തകരാറല്ല. ഇത്തരം സംഭവിച്ചിട്ട് വീണ്ടും വീട്ടിൽ അവർ ഭക്ഷണം കഴിക്കുക തന്നെ ഒരിക്കലും ഒരു ഇതല്ലല്ലോ. അത് കുറച്ച് തകരാറ് അവരെടുത്തുണ്ട്. വിശ്വാസം എടുക്കുണ്ടാവണം. ഈ ഇങ്ങനെ ഉണ്ടാവുന്നുള്ള എങ്ങനെയും മാറട്ടെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്കുണ്ടായിട്ടുണ്ടാകും, ഒന്നാവുമല്ലോ. ഏതായാലും ഒരു വാഹനത്തിൽ ഇവിടെ കൊണ്ടുവന്നു. പിറ്റേ ദിവസം അയൽവാസികളെ വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് പോലീസിൽ കേസ് കൊടുക്കാം. പക്ഷെ അപ്പോഴേക്ക് ഇവരുടെ ഭർത്താവിന്റെ ഉമ്മയും പിന്നെ ഈ ചെയ്ത ആള് പരിപാടിയിലുള്ള ഈ ആളും ഈ ഭർത്താവിന്റെ ഉമ്മയും ഭർത്താവിന്റെ ഉമ്മയും വന്നിട്ട് ഇവരെ കാര്യം വിളിച്ച് മാപ്പി വിളിച്ചതാണ്. ഈ വീട്ടിൽ സംഭവിക്കൂല, അങ്ങനെ വിഷയാക്കല്ല പറഞ്ഞ മാപ്പി വിളിച്ച്. അപ്പൊ ഒരു പിന്നെ കേസൊന്നും കൊടുക്കില്ല. ഒരു പെൺകുട്ടിയുടെ കാര്യമില്ല, ഇങ്ങനെയൊക്കെ വള്ളത്തരല്ലേ വലിയ അവര് ക്ഷമിച്ചു. സാധാരണ മൊല്ലന്മാര് അടിക്കാറുള്ളത് വടികൊണ്ടാണ്. ഇവിടെ ജമാൽ ചെറുപാടി കുട്ടിയെ നഗ്നമായ കൈകളെ കൊണ്ട് കാലിന്റെ തുടയിലും ശരീരഭാഗങ്ങളിലൊക്കെ അടിച്ചു. ഈ ആളെ കൊണ്ടെടുക്കല്ല നിങ്ങൾ സാൽവേഷനിൽ ചോദ്യം ചോദിക്കാൻ. അത്രമാസന പീഡ ആ സെഷനിൽ മൈക്ക് പിടിച്ചെടുത്തതാരാ? ഈ ജമാൽ ചെറുപാടിയല്ലേ? നോക്കൂ നിങ്ങൾ, ചെറുപാടിയിൽ അത്രമാസന ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിലാണ് ജമാൽ ചെറുപാടി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞെന്താ? ഇതും ഒരു VC തന്ത്രാണെന്ന. എന്നെ ജമീല ടീച്ചർ VC ലങ്കായത്? ജമീല ടീച്ചർ ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് അഭിമുഖം നടത്തി മറ്റൊരു അഭിമുഖം നൽകിയിട്ടുള്ളത് VC തന്ത്ര. VC ആണെങ്കിൽ പുറത്താക്കി കൂട്ടുന്ന ജമീല ടീച്ചർ എന്താ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലേ? ഒരു സംഘടനയെ തന്നെ പിരിച്ചുവിട്ട് ഒരു സംഘടനയെ പുലർത്തി കഷ്ണങ്ങളാക്കിയ നിങ്ങൾക്കും ഇതിനും ധൈര്യമില്ലേ? നോക്കൂ നിങ്ങൾ, ജമാൽ ചെറുപാടിയുടെ ഒരു പ്രസംഗം നിങ്ങൾ നോക്കൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു VC തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ VC തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്.
അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. ഒരു പൊതു സ്റ്റേജിൽ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ കളവാണ് എന്നാണ്. അതായത് കാറിൽ കയറി അവരെല്ലാവരും കൂടി വരുമ്പോൾ ഉപ്പയോടും ഉമ്മയോടും കയറരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. യഥാർത്ഥത്തിൽ എന്റെ വീട്ടിലേക്ക് അവർ വരുന്നത് ബസ്സിലാണ് സഹോദരങ്ങളെ. ഇറക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ മാരകമായി അടിച്ചു. കേരള ശബ്ദത്തിൽ അവർ ഫീച്ചറായിട്ട് വന്നു. മുജാഹിദ് ജിന്ന് യുവതിയെ പീഡിപ്പിച്ചു എന്നാ. നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾക്കാണ് ഇതിന്റെ മുഴുവൻ അപമാനം ഉണ്ടായത്. ആരാ ഈ അപമാനം വരുത്തിച്ചത്? എന്നിട്ടിപ്പോ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ, കണ്ണൂട്ടി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തിരക്കില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ നടക്കുന്നത്? 2 വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതയായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചേർക്കായി. മറ്റോനോ ഓനും പെണ്ണിട്ടുന്നില്ല. അവിടെ വന്ന ആൾക്കാർ പറയും ആ ടീം ജിന്നിന്റെ ടീമാണ് കേട്ടോന്ന്. ചെറുപാടി കൊണ്ടുപോകും, ചെറുപാടി കൊണ്ടുപോകും പറയും. അവനും ഈ രീതിയിൽ നല്ല കൗൺസിലിംഗ് അല്ലേ? എന്ത് കുടുംബ ബന്ധമാണ് ഇവിടെ ചേർത്തിയിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ. അന്ധവിശ്വാസം മനുഷ്യൻ എവിടേക്കാണ് എത്തിക്കുന്നത്? ഇതിനെല്ലാം വിശദമായി വിമർശിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രവാദത്തെയും ഈ ജിന്നുബാധ ഇറക്കുന്നതിനെയും ചീത്താബാധ ഇറക്കുന്നതിനെയും എതിർത്ത് സംസാരിച്ചവരാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനക്കാർ. പക്ഷേ ഇപ്പോൾ അത്തരം ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽപ്പെട്ട മൗലികമാർ തന്നെ ജിന്നുബാധ ഇറക്കാനും ചീത്താബാധ ഇറക്കാനും പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് നമ്മുടെ തൗഹീദ് പോകുന്നത്, എവിടേക്കാണ് ഈ പ്രസ്ഥാനം പോകുന്നത് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, എത്തി മൗലവി അല്ലേ? ഞാൻ കായംകുളത്താണ് സംസാരിക്കുന്നത്. ഇന്നലെ സക്കരേശലയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഇവിടെ കായംകുളത്ത്. ഞങ്ങള് ആദ്യകാല പ്രവർത്തകരൊക്കെ നമ്മുടെ. ഇന്നലെ ഇദ്ദേഹം വന്നിട്ട് പിന്നെയും ജർമ്മനിയിൽ നിന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരുന്ന കാര്യവും അതുപോലെ ജിന്നിനടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യവും അതുമൊക്കെ പറഞ്ഞ് പിന്നെയും ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിന്നെയും ജമിയത്തുൽ ചർച്ച ചെയ്തിട്ടൊരു തീരുമാനമായില്ലേ ഇദ്ദേഹത്തിന്റെ ഇത് കിട്ടിയിട്ടും? കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അല്ല, ഇവിടെ ഇന്നലെ വളരെ ഇതായിട്ട് വളരെ മോശമായിട്ട് രീതിയിലും ആ സംസാര രീതി തന്നെ ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ടും ഭയങ്കര ഇതായിട്ടായിരുന്നു പറഞ്ഞത്. കായംകുളത്തുനിന്നോ? ആ, കായംകുളത്ത് ഇന്നലെ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്ന. ISMന്റെ ഇവര് തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളെപ്പോലെ കുറച്ച് ഇത് അബ്ദുറഹ്മാൻ സലഫിയുടെ CD ഉണ്ട്. നമ്മൾ അൽഹംദുലില്ലാഹ് കുറെ നല്ല ഇതൊക്കെ ആക്കി കൊണ്ടുവരുമായിരുന്നു. പക്ഷെ അതിന്റെ ഒരുപാട് കോപ്പിയൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ച് ഇതൊക്കെയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദ്യങ്ങളൊക്കെ ആരണ്ടൊക്കെ ചോദിച്ചപ്പോഴേ ഈ ജർമ്മനിയിൽ നിന്ന് ഇതെടുത്തുകൊണ്ട് കൊടുക്കാം അതിനകത്തൊക്കെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുപോലെ ഈ ജിന്നിന്റെ അടുത്തും മലക്കിന്റെ അടുത്തും സഹായം തേടുന്ന കാര്യമൊക്കെ അവർ ചോദിച്ചപ്പോഴേ അതെല്ലാം സഹായം തേടാം, അതിനകത്ത് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അയാള് മറുപടി പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹത്തെ എന്തൊരു കഷ്ടമാണ്. കാരണം ഇനിയും ഒരുപാട് പരിപാടി ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ ഈ വിഷയത്തില്? നമ്മള് അവനോട് യോജിക്കണില്ല എന്നുള്ളതൊക്കെ നമ്മളേറ്റൊക്കെ ഒരു മാനസികമായി ചകൽച്ചലാണ്. ആളുകള് ശ്രമിക്കേ വെയ്യുള്ളൂ. അങ്ങനെ വിളിക്കാതിരിക്കല് മാത്രമേ ഇപ്പൊ ഇതിനൊരു മാർഗം കാണുള്ളൂ. പക്ഷെ കുറെ ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ ഈ വളരെ തരം താണ രീതിയിലുള്ള വർത്താനമൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പക്ഷെ പൊതുസമൂഹത്തിന് അത് ഇഷ്ടമാകത്തില്ലല്ലോ. അതെ, അങ്ങനത്തെ ആളുകളെ യോഗത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കാതിരിക്കലല്ലാതെ എന്താ മാർഗം? അത് നമുക്ക് സംഘടനാപരമായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ള രീതിയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. മല്ലേ പറയുമ്പോ അയാൾക്ക് കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുകയ്യ. ഏതായാലും എന്തൊരു കഷ്ടമാണ്. നമ്മളിങ്ങനെ അവനെ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടല്ല,
ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ ഇതൊരു പ്രസംഗത്തിൽ ഞാനത് പറയില്ല എന്നൊക്കെയാണ് നമ്മളോട് പറയല്. ഇല്ലില്ല, ഇത് ജിന്ന് മനുഷ്യരൂപത്തിൽ വരും. അതുപോലെ ജിന്നിന്റെ അടുത്തും മലക്കിനടുത്തും സഹായം തേടുന്ന കാര്യങ്ങള് അത് വേണ്ട വിധത്തിൽ സഹായം തേടാം. അവര് അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അതിനുള്ള എത്തിക്കും. അവരെ ആരാധിച്ചാൽ ഉത്തരം കിട്ടുന്ന കാര്യവും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹം. അല്ല, നമുക്ക് സംഘടനാപരമായിട്ട് ഇതിനകത്ത് അൽമനാറിൽ വല്ലതൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഇത് കൊടുക്കാൻ പറ്റില്ലേ? മറ്റേ ഇതിനൊന്നും പിന്നെ സംഘടന KNM ഇതിനകത്തൊന്നും ഒരു ഇതില്ല എന്നുള്ളത് കാണിക്കാൻ പറ്റില്ലേ? കേട്ടോ, ഈ സംഘടന എന്ന് പറയുന്നതിൽ ഈ ജാതി ആൾക്കാരും ഉണ്ടാവും. അപ്പം സംഘടന എന്ന് പറഞ്ഞിട്ട് സംഘടനയിൽ ഇവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതല്ല, ഈ അധികം പ്രവർത്തകരും ഈ ഒരു രീതിയിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പോലും അവരൊക്കെ ഇതിനപ്പുറം വാദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, സക്രിയതയിലേക്കാൾ വാദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ് ഇപ്പോഴും സാധാരണ പ്രവർത്തകർ, യുവാക്കള്. ഇതൊരു മോശം ഇതിലേക്കല്ലേ നമ്മൾ പോകുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മള് ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞു, അത് ഒരു പിന്നെ ഒരു കേരളം അതിന് തടയിടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ജമിയത്തുലമക്ക് ഒരു കത്തേരി തങ്ങൾക്ക് ജമിയത്തുലമ പ്രസിഡന്റ് ആയിക്കോട്ടെ. ശരി, ജമിയത്തുലമ അത് തടയിടണം എന്ന് പറഞ്ഞിട്ട് തങ്ങൾക്ക് ഒരു കത്തേരി. ഈ അബ്ദുറഹ്മാൻ സലഫി ഇതായിട്ട് സംസാരിച്ചിട്ട് അങ്ങ് ഒരു മാറ്റവും ഇല്ലല്ലേ മലയാളം? അബ്ദുറഹ്മാൻ സലഫിയും അയാൾ പിന്നെ ഈ അബ്ദുറഹ്മാൻ സലഫിനോട് മാനസികമായിട്ട് ഒരു അകലിച്ചേരാ. ശരി, അബ്ദുറഹ്മാൻ സലഫി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. തണുക്ക് ഇടയ്ക്ക് അല്ല, ഇവര് തമ്മില് ഇദ്ദേഹം ഇതിനകത്ത് ജമിയത്തുൽ ഉലമയിലൊക്കെ അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയമൊക്കെ പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഒരു മറുപടി കത്ത് അയച്ചായിരുന്നല്ലോ. ആ കത്ത് ഇവിടെ വ്യാപകമായിട്ട് അങ്ങ് പ്രചരിച്ചിപ്പോഴും. അതിനകത്ത് ഇദ്ദേഹം ഈ ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെടുത്ത് പോകുന്ന കാര്യവും ഇദ്ദേഹം അവിടെ അയക്കാറുണ്ടായിരുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അതും ഇപ്പം ജനങ്ങളൊരു ഇതായിട്ട് പിടിച്ചിരിക്കുക. കാരണം ഇദ്ദേഹം ഇയാള് പരസ്യമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞതാണോ അത് കുറച്ച് ആൾക്കാരെ? അല്ലല്ല, പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു. പള്ളിയിൽ കണ്ട ഒരു അസറിന് ശേഷമുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അതിരാവിലെ ഇവിടെ എത്തി, രാവിലെ ഇവിടൊക്കെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഹലോ, നല്ല ആളും ഉണ്ടായിരുന്നു. ഒരു 100-150-200 ആളും ഉണ്ടായിരുന്നു ഇവിടെ. ഇതെല്ലാം കൂടെ വരുമ്പോഴേ ഒരു വലിയ പ്രശ്നമാണ് പൊതുസമൂഹത്തിൽ. അതുപോലെ തന്നെ ഈ ജിന്ന് സിഗറി വിഷയത്തിലും പിന്നെ സന്ധ്യ സമയത്ത് പുറത്തിറങ്ങരുത്, ജിന്ന് ബാധിക്കും. ജിന്നിപ്പോ ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞോട്ടെ അവര്. ഈ കണ്ട കാലം വരെ പുറത്തിറങ്ങി ബാധിച്ചില്ലല്ലോ. അതന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു എല്ലാ ആളുകളും ഒരേമാതിരി ആവില്ല. ചിലപ്പോ അന്തംഗം മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, അത് അവഗണിച്ചാൽ മതി. ഇതിന്റെ കുറച്ച് മുതിർന്ന ആളുകളിൽ ഇതുണ്ടായപ്പോ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് അവരെ ഉപദേശിച്ചു വിട്ടതാണ്. നിങ്ങൾ പിന്നെ വിചിന്തനത്തിൽ വായിച്ചു കാണും, നമ്മൾ ശാസിച്ചു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ പെടാത്ത കുട്ടികളുടെ അധ്യാപകന്മാരാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അതെന്താ ഇങ്ങനെ ഒരു സോക്കർ ഉണ്ടായാലേ ഒറ്റ ഇറക്കി കഷായം കുടിക്കുമ്പോൾ മാറുമല്ലോ, കുറേശ്ശെ അങ്ങനെ മാറും. ആയിക്കോട്ടെ, ശരി, ഇൻഷാ അല്ലാഹ്. ഏതായാലും ശുക്രൻ, ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. സഹോദരന്മാരെ, സഹോദരികളെ, മനുഷ്യവർഗത്തിന്റെ ഒന്നാമത്തെ ശത്രു ശൈത്വാനാണ് എന്ന കാര്യത്തിൽ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്കൊന്നും സംശയമുണ്ടാകാനിടയില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം, പിന്നീട് നമ്മുടെ സന്ദർഭം അനുസരിച്ച് കുറച്ച് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അവസാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നമുക്കൊരു ശത്രു ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കടമുണ്ട്. എങ്ങനെയാണ് ആ ശത്രു? ആ ശത്രുവിന് എന്തൊക്കെ കഴിവുണ്ട്? ഏതൊക്കെ രൂപത്തിൽ നമ്മളെ ദ്രോഹിക്കും? എങ്ങനെയൊക്കെ നമ്മൾക്ക് അപകടം ചെയ്യും? ഇഹലോകത്തിൽ എത്രമാത്രം അപകടം ചെയ്യും? പരലോകത്തിൽ എത്രമാത്രം അപകടം ചെയ്യും? ഇതൊക്കെ മനസ്സിലാക്കാനൊരു ശ്രമം നമ്മൾ നടത്തണ്ട. കുറെയൊക്കെ അറിയാം, പലർക്കും ധാരണകൾ മാത്രമുള്ളത്, ചിലർക്ക് ചില വശങ്ങളിലൂടെയുള്ള ധാരണകൾ മാത്രമുള്ളത്. എന്നാൽ കഴിയുന്നത്ര ഒരു ശത്രുവിനെ സംബന്ധിച്ച് കിട്ടാവുന്നിടത്തോളം വിശദാംശങ്ങൾ തന്നെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്താൽ പിന്നെന്താ, അപ്പൊ ആ പേടി കൂടുന്ന ചില ആൾക്കാരുടെ നിഗമനം. കൂടുതൽ മനസ്സിലാക്കിയ പിന്നെ മനസ്സമാനം ഉണ്ടായാലും കിടന്നുറങ്ങാൻ പറ്റൂല, ഉറക്കത്തൊക്കെ ശൈത്താൻ ഇങ്ങനെ വരും എന്നുള്ള വേജാറ്.
ചിലർക്ക് അത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് ശരിയായിരിക്കാം, പക്ഷെ നമ്മൾ പറയണ്ട ചില വിഷയങ്ങൾ പറയുമ്പോൾ. സത്യത്തിൽ നമ്മൾ 100% ഭയപ്പെടേണ്ട ഒരു ശത്രു, സൂക്ഷിക്കേണ്ട ഒരു ശത്രു, എല്ലാ വഴിയിലൂടെയും നമ്മെ ആക്രമിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് ചെയ്ത ഒരു ശത്രു. ആ ശത്രുവിനെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രേരിപ്പിക്കുന്നതും ശൈത്താനാണെന്നുള്ള മനസ്സിലാക്കേണ്ടത്. ശൈത്താനെ പറ്റി നമ്മൾ പഠിക്കാതിരിക്കേണ്ടത് ശൈത്താന്റെ ആവശ്യമാണ്. പഠിക്കാൻ നിന്നാ നമ്മൾ അതിൽ നിന്ന് രക്ഷാമാർഗം കാണും. കാരണം ശൈത്താന് തോൽപ്പിക്കാൻ പറ്റിയ ആയുധം പടച്ചു തന്നിട്ടുണ്ട്. ആ ആയുധം എടുക്കാൻ പോണെങ്കിൽ എന്താ ആയുധം എന്ന് അറിയണ്ടേ? അത് അറിയാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിരിക്കണം ഇത്തരം വിഷയങ്ങളുടെ ചർച്ചയും പഠനവും ഒക്കെ. അങ്ങനെ ഒരു തുറന്ന മനസ്സോടു കൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിശാചിനെ കുറിച്ച് പറയുമ്പോൾ ജിന്നുകളെ കുറിച്ചാണ്. കാരണം ശൈത്താൻ ഒരു ജിന്നാണല്ലോ. ശൈത്താനെ പറ്റിയാണ് മുഖ്യമായി പ്രതിപാദിക്കാനുള്ളത് എങ്കിലും ജിന്നുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, ജന്തുജാലങ്ങൾ, പറവകൾ പലതുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ വിവിധ ഇനം സൃഷ്ടികൾ, വിവിധ ഇനം സമൂഹങ്ങളെ അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ മനുഷ്യന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ട ഒരു തരം സൃഷ്ടിയാണ് ജിന്ന്. ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശൈത്താൻ എന്ന ശത്രുവിനെ മനസ്സിലാക്കുമ്പോൾ ശൈത്താൻ ഒരു ജിന്നാണെന്നറിയാം. അപ്പൊ ജിന്നിന്റെ പ്രകൃതം എന്താണ്, സ്വഭാവം എന്താണ്, രീതി എന്താണ്, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം, കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ എന്താണ് ജിന്ന്. ഹാജറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടു തരത്തിൽ, ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നടന്മാർ, നാടക നടന്മാര്, അഭിനയിക്കുന്ന ആൾക്കാർ. അഭിനയം ഹറാമാണ്. ഇസ്ലാമിൽ ഒരാൾ വേറൊരാളായിട്ട് നിന്നിട്ട് അഭിനയിക്കാൻ പാടില്ല, ശരിയല്ല. അതെവിടെയാണെങ്കിലും ശരിയല്ല. അതിന്റെ കാരണം എന്താണ്? അപ്പൊ ഞാനല്ല, ഞാൻ വ്യക്തിയാണ്. ഒരു പ്രത്യേക കഥാപാത്രമായി ഞാൻ അഭിനയിക്കുമ്പോൾ അയാളുടെ സ്വഭാവം, അയാളുടെ രീതി, അയാളുടെ വികാരം, അയാളുടെ ശൈലി, നമ്മൾ ആളെന്നെ മാറിയില്ലേ? പുറത്തു വന്ന് കണ്ട് പരിചയപ്പെടുന്ന നേരത്ത് നിങ്ങളാണോ സ്റ്റേജ് മേലുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ആ രൂപത്തിൽ സത്യത്തിൽ ഒരാൾ രണ്ടാമതൊരു ഭാവം സ്വീകരിക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ അത് അത്രത്തോളം ഉണ്ടോന്ന് ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു രണ്ടാം കക്ഷിയായി മാറലാണ് ഹാജറാവുക എന്ന് പറഞ്ഞാൽ. ഇതില് ആദ്യത്തെ വിഷയം പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെ വിഷയം ഞാൻ പറയുള്ളൂ. ആദ്യം ഹമസാത്താണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമുക്ക് പഠിക്കേണ്ടത്. രണ്ട് ഹാജറാകലാണ്, അത് രണ്ടും നമുക്ക്. പിന്നെ മൂന്നാമതൊരു വിഷയം കൂടി വെച്ചിട്ടുണ്ട്, സിഹർ. അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഇത് വിശദീകരിച്ചാൽ അത് വിശദീകരിക്കാൻ നേരം ഉണ്ടാവില്ല, അത് വിശദീകരിച്ചാൽ ഇത് വിശദീകരിക്കാൻ നേരം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ നമുക്ക് ഇതിന്റെ അടുത്ത ഒരു ദിവസം കൂടി വരാം എന്നുള്ള ഒരു വാക്ക് തരാൻ മാത്രമേ ഇപ്പൊ എനിക്ക് സാധിക്കും. ശൈത്താനെ പറ്റി മാത്രമല്ല, ജിന്നിനെ പറ്റി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ആദ്യം ഞാൻ ഹമസാത്തും ഹാദറാവുന്നതും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ശൈത്താനെ പറ്റി പറയാനുള്ള, ജിന്നിനെ പറ്റി പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ നമ്മളെ കാണും, നമ്മൾ അവരെ കാണൂല. അതന്നെ. അവരാണ് ഞാൻ ജിന്നിനെ കണ്ടു എന്നാണ് വിശ്വസിക്കരുത്. കാണൂല, അവർ നമ്മളെ കാണും. പിന്നെ ജിന്നിനെ കാണും, കണ്ടു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഹദീസുകൾ വരണ്ട്. അത് ജിന്നിന്റെ രൂപത്തിൽ ഏതായാലും കാണൂല, ജിന്നിന് രൂപഭേദം വരും, അപ്പൊ കാണും. അതെങ്ങനെയൊക്കെ രൂപഭേദം വരും? ഇൻഷാ അല്ലാഹ് ചർച്ചയുടെ തുടർച്ചയിൽ അത് വരും. ജിന്നിനെ ജിന്നിന്റേതായ രൂപത്തിൽ കാണാൻ മനുഷ്യന് സാധ്യമല്ല. ചിലപ്പം വികൃതമായ ചില കൊമ്പൊക്കെ വെച്ച് ഒരു വാലൊക്കെ പിറകിൽ ഫിറ്റ് ചെയ്ത് പ്രത്യേകമായ ചില രൂപത്തിൽ പത്രങ്ങളിൽ വരെ ഫോട്ടോ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ജിന്നിന്റെ ഫോട്ടോ, ജിന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ജിന്നിന് ഈ പറഞ്ഞൊക്കെ ഉണ്ട്, കൊമ്പുണ്ട്, രൂപങ്ങളിലൊക്കെ ഹദീസുകളിൽ വന്ന കാര്യം തന്നെയാണ്, നമ്മൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷെ അതേ ജിന്നിന്റെ അതേ രീതിയിൽ ഒരിക്കലും ജിന്നിനെ കാണാൻ പറ്റില്ല, ഖുർആനിൽ വന്ന കാര്യമാണ്. അപ്പൊ അതിനെതിരെ നടക്കൂല. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലാ ജിന്നും ശൈത്താനാന്നാരും വിചാരിക്കരുത്. പക്ഷെ എല്ലാ ശൈത്താനും ജിന്നാണ്. ജിന്നുകളെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്ത ഉണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം
ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മൾക്ക് ഉണ്ട് എന്നുള്ള ഇവരെ അറിഞ്ഞോളൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പം ആ രൂപത്തിൽ അത്തരം ജിന്നുകളെ സഹായികളായി കിട്ടാൻ സാധിക്കും. സത്യവിശ്വാസിയാവുന്ന ഒരു ക്വാളിഫിക്കേഷനെ വേണ്ടു, ഒരുപാട് യോഗ്യതകളൊന്നും വേണ്ട അത്തരം ഒരാളെ സഹായിയായിട്ട് കിട്ടാൻ. നല്ല തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടായാൽ മതി. ജിന്നിന് അവയവങ്ങളൊക്കെ ഉണ്ട്, അതെങ്ങനെയെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അതേപോലെ തന്നെയാണോ വലുപ്പാന്ന് നമ്മൾ ചോദിക്കരുത്. കാരണം പ്രകൃതി നമുക്കറിയാത്തതുകൊണ്ടാണ്, നമുക്കത് അറിയാനുള്ള ഏർപ്പാടാക്കിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഉണ്ട്, കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പം ഈ മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു സംഗതി കന്നുകാലികൾക്കുള്ളതുപോലെ അത് ജിന്നിനാവുമ്പോ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രം. കൊമ്പുകളും കൂടി അധികമുണ്ട് ആർക്ക്? അതാണ് ഈ ശൈത്താന്റെ ചിത്രമൊക്കെ വരയ്ക്കുന്നവർ ഒരു കൊമ്പ് കൂടി കൂട്ടി വരയ്ക്കുന്ന നമ്മൾ കാണുന്ന പലയിടത്തും. അതങ്ങനെ പണ്ടേ കേട്ടു പോകുന്നതിന്റെ പേരിൽ കൊമ്പുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഇവിടെ പരിചയമുള്ള കൊമ്പുമായിട്ട് അതിനെന്താ നിൽക്കണ്ട, പിന്നെ ബന്ധപ്പെടുത്താൻ നിൽക്കണ്ട. അടുത്തത് ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ ശൈലി എല്ലാവർക്കും ഉണ്ടല്ലോ. ശബ്ദം നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്ത ശബ്ദം ഉണ്ടല്ലോ. ഇവിടെ എത്ര ജീവജാലങ്ങൾ പരസ്പരം തങ്ങളുടെ ഇണകളോടും മറ്റു വസ്തുക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടേതായ രീതിയിൽ. നമ്മൾ കേൾക്കുന്നില്ല എന്നല്ലല്ലോ. അതേപോലെ ആശയം കൈമാറാൻ പറ്റിയ പ്രത്യേകമായ ശബ്ദമുണ്ട്. നിന്റെ മുഴുവൻ ശബ്ദമെടുത്ത് നീ അവരെ ഇളക്കി വിട്ടോളൂ, എന്നാലും ഇബാദസാലയങ്ങൾ നിനക്ക് കിട്ടൂല എന്ന് ഖുർആൻ പറഞ്ഞല്ലേ. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, അവരിൽ നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നീ അവരെ ഇളക്കി വിട്ടോളൂ എന്ന് പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഷൈത്താന് നാവുണ്ട്. ഇനി നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഷൈത്താൻ ഭക്ഷണം കഴിക്കാറുണ്ട്, തുടക്കമുണ്ട്, സൃഷ്ടിപ്പുണ്ടല്ലോ അല്ലെ. അതേപോലെ തന്നെ കുടിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വന്നാണ്. സമയം നമുക്ക് അതിനനുസരിച്ച് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പറയാം. ഒക്കെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണ്. മരണമുണ്ട്. ഇപ്പൊ ഷൈത്താൻ തന്നെ പറഞ്ഞില്ലേ, എന്റെ ആയുസ് നീട്ടിത്തരണം, ഉയർത്തെഴുന്നേൽപ്പ് തരാൻ എന്റെ ആയുസ് നീട്ടിത്തരണം. അത് ഷൈത്താന് മാത്രമല്ല, എല്ലാ ജിന്നുകൾക്കും ഉണ്ടാവില്ല. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമെടുക്കാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെയാ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും, വിശദീകരിക്കാം. ഇനി ശാരീരികമായ ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, ഇത് എല്ലാം കൂടി പറയാൻ നമുക്ക് സാധിക്കുമോ എന്നറിയില്ല. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ 2 കാര്യങ്ങൾ. ഒന്ന്, അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇനി മസ്സനിയ ഷൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു. കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ് അത്രത്തോളം എത്തി? അത് പിശാച് വരുത്തിയ രോഗം. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലെ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ ക്യാൻസർ ആവട്ടെ, വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ശൈത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല, പ്രാർത്ഥന വേണം. പിശാചിൽ നിന്ന് ശരണം തേടാനുള്ള മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കണം. ധാരാളം പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണയ്ക്കുപരിയായ കാരണങ്ങളാൽ മനസ്സിന് അസ്വസ്ഥതയും വെപ്രാളവും സ്വഭാവത്തിൽ വ്യത്യാസവും ഒക്കെ നമുക്ക് നമ്മുടെ ബന്ധുക്കളിലും ഒക്കെ പ്രകടമാകുമ്പോൾ നമുക്ക് ഒരുവിടാനുള്ള പ്രാർത്ഥന ബിസ്മില്ലാഹി അർഖീക്. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ബിസ്മില്ലാഹി അർഖീക്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധാരണ കാരണങ്ങളാൽ അല്ലാതെ പ്രവാചകൻ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചപ്പോൾ, പ്രവാചകനായതുകൊണ്ട് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, കാത്തുരക്ഷിക്കുന്ന വാക്കുകൊടുത്ത കാര്യമാണ്. അപ്പോ എന്താണ്? ബിസ്മില്ലാഹി അർഖീക്, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മിൻ കുല്ലി ഷൈഇൻ യുദീക്, താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും. മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും. ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ്, ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്.
പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കിയൊക്കെ അല്ല വേണ്ടത്. അത് ഹറാമായ ചികിത്സ. പടച്ചോൻ പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ചാൽ ചില്ല വേണ്ടത്. ഇങ്ങനെയാണ്. അതേപോലെ അഊദു ബികലിമാത്തില്ലാഹി തമ്മ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിപൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ചതിന്റെ എല്ലാ ദുരിതത്തിൽ നിന്നും. മറ്റൊരിടത്ത് മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ, എല്ലാ പിശാചുക്കളിൽ നിന്നും എല്ലാ ദുരിത ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. അതേപോലെ അമിൻ കുല്ലി ഐനിൻ ലാമ്മ, ആക്ഷേപകരമായ എല്ലാ കണ്ണേറിൽ നിന്നും അള്ളാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. പള്ളിയിലേക്ക് കയറും ബിസ്മില്ല. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പം ഫിത്തനാക്കാനായിട്ട് വസ്വാസ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകതരം പിശാചുക്കൾ ഉണ്ടെന്ന വസ്വാസ്. 2 റക്അത്താണ് 3 റക്അത്താണ് സംശയിപ്പിക്കാൻ. ഒരു സുജൂദാണ് 2 സുജൂദാണ്. അതിൽ നിന്നൊക്കെ ശരണം തേടാൻ വേണ്ടി പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ ഷെയ്ത്താൻ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ഷെയ്ത്താൻ ഓടിപ്പോകാൻ കാരണമാകുന്ന സംഗതിയാണ്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മില്ല, അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖതന ഫഇന്നഹു, ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലിയാൽ എന്താണ്, അതിലൊരു കുട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലം യദുറഹു ശൈത്വാനൻ അബദ, ശൈത്താൻ അവനെ ബാധിക്കൂല. നമ്മുടെ കുട്ടികൾ ദീനിയായി വളർന്നു വരണമെങ്കിൽ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ സമയം മുതൽ പടച്ചവനോട് കാവൽ തേടിക്കൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ വേറെയും പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. സന്ധ്യാസമയം വന്നാൽ ഇദാകാന ജുൻഹുൽ ലൈലി ഔ അംസൈതും ഫകുഫു സിബിയാനകും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കുക. ഇതൊന്നും ഉമ്മാമ്മമാര് പറയുന്ന അന്ധവിശ്വാസമല്ല, അള്ളാഹുവിന്റെ റസൂൽ വഹി അനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ഞങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതിനെ പുച്ഛത്തോടു കൂടി തള്ളുന്ന ആൾക്കാരുണ്ട്. സന്ധ്യ ആയാലും ഒന്ന് വാതിലടക്കാൻ, പകൽ തുറന്നിരുന്ന മാതിരി സന്ധ്യാസമയത്ത് വാതിൽ തുറന്നിടരുത്. 2 കുട്ടികളെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുത്. വൈകുന്നേരം ഷെയ്ത്താന്റെ വിളയാട്ടുണ്ടാവും. പിശാച് പ്രത്യക്ഷമായി ബാധിക്കാനും അവരെ സ്വാധീനിക്കാനും ഇടവരും. അതുകൊണ്ട് ഫകുഫു സിബിയാനക്കും, കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം എന്നാണ്. പിന്നെ സന്ധ്യ അങ്ങ് കഴിഞ്ഞ് രാത്രി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ അവരെ പാട്ടിന് വിട്ടോളൂ. ഫഅഗ്ലിഖുൽ അബ്വാബ്, വാതിൽ നിങ്ങൾ അടച്ചു വെക്കണം. വദ്കുറുസ്മല്ലാഹ്, അള്ളാഹിന്റെ നാമം നിങ്ങൾ സ്മരിക്കണം. ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, അടച്ചിട്ട വാതിൽ ഒരിക്കലും ശൈത്താൻ തുറക്കൂല. അതേപോലെ തന്നെ നിങ്ങളുടെ ഹമ്മിറു ആനിയത്തക്കും, പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കണം. വദ്കുറുസ്മല്ലാഹ്, അള്ളാഹിന്റെ നാമം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതേപോലെ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് അത്ഫിഉ മസാബിഹക്കും, നിങ്ങൾ വിളക്ക് കെടുത്തണം. എന്റെ വീടിന്റെ പ്രൗഢി പാതിരാക്ക് പോണവരൊക്കെ ആണെങ്കിൽ അകത്തും പുറത്തൊക്കെ ലൈറ്റ് ഇട്ട് വെച്ചാലേ ശരിയാവുള്ളൂ. എന്നിട്ട് ന്യായം പറയും ഷെയ്ത്താൻ, ഇത് കള്ളന്മാര് വരുമ്പോൾ ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലാക്കാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഷെയ്ത്താൻ അറിയാം അവിടെ എങ്ങനെ കള്ളനെ കൊണ്ടുണ്ട്. അത് വേറെ വിഷയം. ജിന്നുകൾ വീട്ടിൽ താമസിക്കുന്നു എന്നാണ്. പക്ഷേ ആ വീട്ടിൽ അതിന്റേതായ പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ ജിന്നുകൾ, അതിലെ പിഴച്ച ജിന്നുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്. നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്. എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ജിന്നുകൾ മനുഷ്യരുമായി യഥേഷ്ടം ഇടപഴകിക്കൊണ്ടാണുള്ളത് എന്നർത്ഥം. എന്നോട് ചോദിക്കുന്ന ഒരാളോട് അതിന് എനിക്ക് ഈ ഭൂമുഖത്ത് വളരെ ഇതായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വലിയ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന മാഷ്. മാഷിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എറണാകുളത്തെ പ്രകൃതി ഹോട്ടലിൽ വെച്ച്, അരിയോ ഹോട്ടലിൽ വെച്ചാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഉമ്മർ മൗലവിയുടെ മകനാണെന്ന് പിന്നീട് അറിഞ്ഞിട്ടാണ് ഞാൻ മാഷ് അദ്ദേഹമായിരുന്നു മനസ്സിലായത്. അപ്പോൾ ഉമ്മർ മൗലവിയായിട്ട് എനിക്ക് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു. ഞാൻ തീരെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഉമ്മർ മൗലവി, ഞാനന്ന് മുജാഹിദിൻ്റെ ഈ മദ്രസയിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഉമ്മർ മൗലവിയായിട്ട് പരിചയപ്പെടുകയും കലോത്സവത്തിൽ പങ്കെടുത്ത് എനിക്ക് കുറേയധികം പ്രൈസൊക്കെ കിട്ടിയപ്പോൾ ഉമ്മർ മൗലവി എന്നെ ആശ്ലേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് കുറച്ച് ദിവസം അവധിക്കാലത്ത് താമസിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഈ എറണാകുളത്ത് പുല്ലേപ്പടിയിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം താമസിക്കാൻ കഴിയുകയും ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പം ഉമ്മർ മൗലവിയുടെ മകനാണല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ പെട്ടെന്ന് മാഷിനെ
കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചപ്പോൾ മാഷ് ഞാൻ അന്വേഷിക്കുന്ന വലിയൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴും അങ്ങനെ വലുതൊന്നുമല്ല, ഞാൻ ചെറിയ മനുഷ്യനാണ്. ഡോക്ടർ ഉസ്മാൻ വളരെ നേരത്തെ പറയുന്ന ഒരു വിഷയമുണ്ട്. ഞാന് കുറെ ആലോചിച്ചു, അപ്പൊ അത് പറയാൻ തന്നെ വേണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ. എന്റെ അത്രയൊന്നും അദ്ദേഹം കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ വാക്ക് വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്താണെന്നറിയോ, ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അള്ളാഹു മാലിക്കുകളെ ആക്കും. കുറച്ച് കിതാബ് ഓതി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ, ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. അപ്പോ യഥാർത്ഥവും വസ്തുതയും എത്ര വലിയ കുഴപ്പത്തിലാണ്. മുസ്ലിം കേരളത്തെ ഷിർക്കിൽ മുക്കിക്കൊല്ലാൻ കരാറേറ്റ ഉമർ മൗലവി എന്ന വഹാബി നേതാവിന്റെ കൈക്രിയകൾ സമുദായത്തെ അലോസരപ്പെടുത്തിയ ഇന്നലകൾ ഓർമ്മയെടുക്കുന്ന നിമിഷങ്ങളായിരുന്നു മണ്ണാർക്കാടിന് പരിസരത്ത് ഉമർ മൗലവിയുടെ മകൻ ബഷീർ മാസ്റ്റർ കാണാനും കത്തുകൊടുക്കാനും ചെന്ന ഞങ്ങൾക്കുണ്ടായത്. മുജാഹിദ് കുടുംബത്തിൽ പിറന്ന ബഷീർ മാസ്റ്റർക്ക് കള്ളുജത്തിന്റെ രസതന്ത്രത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. മദ്യപന്റെ അരുകുപറ്റി ആശ്രിതനായി കഴിയാൻ ഇഷ്ടപ്പെടുന്നത് ഉമർ മൗലവിയുടെ പുത്രൻ തന്നെയാവുമ്പോഴേ കഥ പൂർത്തിയാവുന്നുള്ളൂ. ഇപ്പോ എന്റെ അഭിപ്രായത്തിൽ ഒരു തെങ്ങിന്ന് ഒരു ദിവസം 15 ലിറ്റർ കള്ളെങ്കിലും കിട്ടണം. ഇപ്പൊ സാധാരണ ഇവിടെ 3-2 ലിറ്ററൊക്കെ കിട്ടുള്ളൂ. ഇപ്പൊ എന്റെ തെങ്ങുകൾ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ടുള്ളൂ ഞാനിത് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും 5 ലിറ്ററിന്റെ അടുത്ത് കള്ള് കിട്ടാൻ തുടങ്ങി. അല്ല, ഇതിന്റെ താഴെ 2-3 തെങ്ങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 തെങ്ങിന്ന് 10 ലിറ്ററിന്റെ മേലെ ഇപ്പൊ കള്ള് കിട്ടാൻ തുടങ്ങി. അത് ശരിക്കും എന്താ ചെയ്യുന്നത്? അത് കള്ളുഷാപ്പിലൊക്കെ അവർ ധാർമ്മികതയുടെ പ്രഭാഷണ ഗിരിശൃംഗം തീർക്കുന്ന വഹാബി പുരോഹിതന്റെ കുടുംബം തെങ്ങ് കള്ള് ചെത്താൻ അനുവദിച്ചെന്ന് പുത്രൻ പറയുന്നു. അതിൽ ഒരു തെങ്ങിൽ നിന്നുള്ള കള്ള് ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നുവെന്ന് ബഷീർ മാസ്റ്റർ പറയുന്നു. നവോത്ഥാനത്തിന്റെ നാഡീമിടിപ്പറിയാൻ ഇനി അന്വേഷണങ്ങൾ അധികം വേണ്ടിവരുന്നില്ല. ഇപ്പോ നമ്മൾ പണ്ടൊക്കെ എന്റെയൊക്കെ ഉമ്മ പറയാറുണ്ട്, അവരൊക്കെ അപ്പൊ ഒരു ദിവസം ഇയാൾക്കാണ് 2 തെങ്ങ് വെച്ചിട്ട് ഒരു തെങ്ങ് മറ്റേ ആൾക്കാണ്, ഒരു തെങ്ങ് ഇവർക്കാവും. വീട്ടില് നമ്മളൊക്കെ വീട്ടില് ചെത്തിയിരുന്നു. ചെത്തി ആൾക്ക് മറ്റേ തെങ്ങ് വീട്ടുകാർ പഴയകാലം മുതൽ ഇത് ഉപയോഗിച്ചിരുന്നു. മാഷ കുടുംബം ഇതുമായിട്ട് ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പൊ അത് ശരിക്കും അനുഭവപാഠം. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇത് ചരിത്ര നിമിഷം. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ താങ്കളുടെ പിതാവ് ഉമർ മൗലവി ഇ.കെ. ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക്
തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.